എല്ലാ കൂട്ടുകാർക്കും ബയോസ്ട്രിപ്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. +2 ബയോളജിയിലെ 6th ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 പബ്ലിക് എക്സാമിനും നീറ്റ് എക്സാമിനും മാക്സിമം സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഏതൊരാൾക്കും വളരെ സിമ്പിളായി മോളിക്കുലാർ ബയോളജിയിലെ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബയോസ്ട്രിപ്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരു ക്വസ്റ്റ്യനോടുകൂടി നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. വാട്ട് ഈസ് ജെനറ്റിക് മെറ്റീരിയൽ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ് ജെനറ്റിക് മെറ്റീരിയൽ. എന്താണ് ജെനറ്റിക് മെറ്റീരിയൽ? ഒരു ജെനറ്റിക് മെറ്റീരിയലിൻ്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജെനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് നോക്കാം. ജെനറ്റിക് മെറ്റീരിയലിൻ്റെ ഒന്നാമത്തെ സവിശേഷതയാണ് ഇറ്റ് കൺട്രോൾസ് ദി ഫോർമേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ട്രെയ്റ്റ്സ്. ഇറ്റ് കൺട്രോൾസ് ദി ഫോർമേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ട്രെയ്റ്റ്സ്. ഒരു ജീവിയുടെ സ്വഭാവ സവിശേഷതകളുടെ രൂപവൽക്കരണത്തെയും അവയുടെ പ്രകടനത്തെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജെനറ്റിക് മെറ്റീരിയൽസ്. ഒരു ജീവിയുടെ ക്യാരക്ടേഴ്സിൻ്റെ ഫോർമേഷനെയും അവയുടെ എക്സ്പ്രഷനെയും നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ് ജെനറ്റിക് മെറ്റീരിയൽ. ജെനറ്റിക് മെറ്റീരിയലിൻ്റെ രണ്ടാമത്തെ സവിശേഷതയാണ് റെപ്ലിക്കേഷൻ. DNA ഡ്യൂപ്ലിക്കേഷനെയാണ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് വിഭജിക്കുന്ന കോശത്തിലെ ക്രോമസോം സംഖ്യ ഇരട്ടിക്കുകയും ഈ ക്രോമസോമുകൾ വിഭജന ഫലമായി ഉണ്ടാകുന്ന 2 കോശങ്ങളിലേക്കും തുല്യമായി വീതിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ കോശവിഭജന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള DNA കഴിവിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുന്നത്. കോശവിഭജന സമയത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള DNA കഴിവിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സവിശേഷതയാണ് ഇറ്റ് പാസസ് ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. ഇറ്റ് പാസസ് ഫ്രം വൺ ജനറേഷൻ ടു ദി നെക്സ്റ്റ്. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ കഴിയുന്ന ഘടകങ്ങളാണ് ജെനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു ജെനറ്റിക് മെറ്റീരിയലിൻ്റെ 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി. വാട്ട് ഈസ് ജെനറ്റിക് മെറ്റീരിയൽ? ജെനറ്റിക് മെറ്റീരിയൽ ഈസ് ദാറ്റ് സബ്സ്റ്റൻസ് which controls the formation and expression of traits in an organism and can replicate and pass on from a cell to its daughter cells or passes from one generation to the next. ഒരു ജീവിയുടെ സ്വഭാവ സവിശേഷതകളുടെ രൂപീകരണത്തെയും അവയുടെ പ്രകടനത്തെയും നിയന്ത്രിക്കുകയും കോശവിഭജനം വഴി റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുകയും അതോടൊപ്പം ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഘടകങ്ങളാണ് ജെനറ്റിക് മെറ്റീരിയൽസ്. DNA ആസ് ജെനറ്റിക് മെറ്റീരിയൽ. DNA അല്ലെങ്കിൽ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നീ 2 തരം ന്യൂക്ലിക് ആസിഡുകളാണ് ജീവിവർഗങ്ങളിൽ കാണപ്പെടുന്നത്. ഇതിൽ DNA ആണ് മിക്കവാറും ജീവികളിലും ജെനറ്റിക് മെറ്റീരിയലായി പ്രവർത്തിക്കുന്നത്. എന്നാൽ ചില വൈറസുകളിൽ RNA ആണ് ജെനറ്റിക് മെറ്റീരിയലായി കാണപ്പെടുന്നത്. TMV അല്ലെങ്കിൽ ടുബാക്കോ മൊസൈക്ക് വൈറസ്, HIV അല്ലെങ്കിൽ ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നീ വൈറസുകളിൽ RNA ആണ് ജെനറ്റിക് മെറ്റീരിയലായി പ്രവർത്തിക്കുന്നത്.
DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കുന്ന 3 പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളാണ് അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത്. ഒരു ജീവിയിൽ നിന്നും ജീനുകൾ മറ്റൊരു ജീവിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ജീൻ ഫ്രം വൺ ഓർഗാനിസം ടു അനദർ. 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന സയൻറ്റിസ്റ്റ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അല്ലെങ്കിൽ ന്യൂമോകോക്കസ് എന്ന ബാക്ടീരിയയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. ജീവികളിൽ ന്യൂമോണിയ എന്ന അസുഖത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ അല്ലെങ്കിൽ ന്യൂമോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്ന ബാക്ടീരിയ പ്രധാനമായും 2 സ്ട്രെയിനുകളിലായി കാണപ്പെടുന്നുണ്ട്. എസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ ആൻഡ് ആർ സ്ട്രെയിൻ ഓർ റഫ് സ്ട്രെയിൻ. എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ ബാക്ടീരിയ. They are virulent or pathogenic. They are virulent or pathogenic. അതായത് മറ്റു ജീവികളിൽ ന്യൂമോണിയ എന്ന രോഗമുണ്ടാക്കാൻ കഴിയുന്ന ബാക്ടീരിയകളാണ് എസ് സ്ട്രെയിൻ ബാക്ടീരിയകൾ. എസ് സ്ട്രെയിൻ ബാക്ടീരിയകളാണ് ജീവികളിൽ ന്യൂമോണിയയ്ക്ക് കാരണമാവുന്നത്. They form smooth ഗ്ലിസനിങ് കോളനീസ്. എസ് സ്ട്രെയിൻ ബാക്ടീരിയയെ കൾച്ചർ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ വളരെ സ്മൂത്തായ കോളനികളായാണ് കാണപ്പെടുന്നത്. പ്രസൻസ് ഓഫ് എ മ്യൂക്കോ പോളിസാക്കറൈഡ് കോട്ടിംഗ്. എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഒരു മ്യൂക്കോ പോളിസാക്കറൈഡ് ആവരണം കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവ വളരെ സ്മൂത്തായി കാണപ്പെടുന്നത്. ഈ മ്യൂക്കോ പോളിസാക്കറൈഡ് ആവരണം കാണപ്പെടുന്നത് കൊണ്ടാണ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ വളരെ സ്മൂത്തായി കാണപ്പെടുന്നത്. ഈ സ്മൂത്തായ ആവരണം ഉള്ളത് കൊണ്ടാണ് ഇവയെ എസ് സ്ട്രെയിൻ ബാക്ടീരിയ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. ഫസ്റ്റ് വൺ, ദേ ആർ വിറുലൻറ്റ് ഓർ പാത്തോജനിക്. സെക്കൻഡ് വൺ, ദേ ഫോം സ്മൂത്ത് ഗ്ലിസനിങ് കോളനീസ്. ആൻഡ് തേർഡ് വൺ, പ്രസൻസ് ഓഫ് എ മ്യൂക്കോ പോളിസാക്കറൈഡ് കോട്ട്. അടുത്തതായി ആർ സ്ട്രെയിൻ ബാക്ടീരിയ അല്ലെങ്കിൽ റഫ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, they are non-virulent or non-pathogenic. ആർ സ്ട്രെയിൻ ബാക്ടീരിയകൾക്ക് ഒരു ജീവിയിൽ ന്യൂമോണിയ എന്ന രോഗം വരുത്താനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് അവയെ നോൺ വിറുലൻറ്റ് എന്ന് വിളിക്കുന്നത്. ഹാംലെസ് ആയ ബാക്ടീരിയകളാണ് ആർ സ്ട്രെയിൻ ബാക്ടീരിയകൾ. സെക്കൻഡ് വൺ, they form rough colonies. They form റഫ് കോളനീസ്. ആർ സ്ട്രെയിൻ ബാക്ടീരിയകളെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ റഫായ കോളനികളായാണ് കാണപ്പെടുന്നത്. എസ് സ്ട്രെയിൻ ബാക്ടീരിയകൾ സ്മൂത്തായ കോളനികളായി കാണപ്പെടുന്ന സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയകൾ വളരെ റഫായ കോളനികളായി കാണപ്പെടുന്നു. തേർഡ് വൺ, ആബ്സെൻസ് ഓഫ് മ്യൂക്കോ പോളിസാക്കറൈഡ് കോട്ടിംഗ്. ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും മ്യൂക്കോ പോളിസാക്കറൈഡ് കൊണ്ടുള്ള ആവരണം കാണപ്പെടുന്നില്ല. ഈ ആവരണം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ബാക്ടീരിയകൾ റഫ് കോളനികളായി കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവയെ ആർ സ്ട്രെയിൻ അല്ലെങ്കിൽ റഫ് സ്ട്രെയിൻ ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെയും
ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെയും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും എസ് സ്ട്രെയിൻ ബാക്ടീരിയ വിറുലൻ്റ് അല്ലെങ്കിൽ പാത്തോജനിക്കും ആർ സ്ട്രെയിൻ നോൺ വിറുലൻ്റ് അല്ലെങ്കിൽ ഹാംലെസ്സും ആയിരിക്കാൻ കാരണം? എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഒരു മ്യൂക്കോ പോളിസാക്കറൈഡ് ആവരണം കാണപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ പോളിസാക്കറൈഡ് ആവരണം കാണപ്പെടുന്നത് കൊണ്ട് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഒരു ജീവിക്കകത്തേക്ക് പ്രവേശിച്ചാൽ ആ ജീവിയുടെ പ്രതിരോധ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾക്ക് ഈ ബാക്ടീരിയക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും എസ് സ്ട്രെയിൻ ബാക്ടീരിയ ആ ജീവിയിൽ നിലനിൽക്കുകയും അതുവഴി ആ ജീവിക്ക് ന്യൂമോണിയ എന്ന അസുഖം വരികയും ചെയ്യുന്നു. അതായത് എസ് സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഈ പോളിസാക്കറൈഡ് ആവരണം കാണപ്പെടുന്നത് കൊണ്ട് ഈ ബാക്ടീരിയ ഒരു ജീവിക്കകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജീവിയുടെ പ്രതിരോധ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾക്ക് ഈ ബാക്ടീരിയക്കകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വരികയും ഈ ബാക്ടീരിയ ആ ജീവിയിൽ ന്യൂമോണിയ എന്ന അസുഖത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതേസമയം ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ചുറ്റും ഈ മ്യൂക്കോ പോളിസാക്കറൈഡ് ആവരണം ഇല്ലാത്തത് കാരണം ഈ ആർ സ്ട്രെയിൻ ബാക്ടീരിയകൾ ഒരു ജീവിക്കകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ജീവിയുടെ പ്രതിരോധ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഈ ബാക്ടീരിയക്കകത്തേക്ക് പ്രവേശിക്കുകയും ഈ ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഈ കാരണം കൊണ്ടാണ് ആർ സ്ട്രെയിൻ ബാക്ടീരിയ നോൺ വിറുലൻ്റ് ഫോമായും അതുപോലെ എസ് സ്ട്രെയിൻ ബാക്ടീരിയ വിറുലൻ്റ് ഫോമായും മാറാനുള്ള കാരണം. എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയുടെയും പ്രത്യേകതകൾ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. എക്സ്പെരിമെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ ഗ്രിഫിത്ത് വിറുലൻ്റ് ഫോമായ എസ് സ്ട്രെയിൻ ബാക്ടീരിയകൾ മൈസിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. നമുക്കറിയാം എസ് സ്ട്രെയിൻ ബാക്ടീരിയകൾ പാത്തോജനിക് ആയ ബാക്ടീരിയകളാണ്. ഈ ബാക്ടീരിയകൾ മൈസിനകത്തേക്ക് പ്രവേശിച്ച സമയത്ത് മൈസിന് ന്യൂമോണിയ പിടിപെടുകയും മൈസ് ഡൈഡാവുകയും ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം നോൺ വിറുലൻ്റായ ആർ സ്ട്രെയിൻ ബാക്ടീരിയകൾ മൈസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. നമുക്കറിയാം ആർ സ്ട്രെയിൻ ബാക്ടീരിയ നോൺ വിറുലൻ്റ് ബാക്ടീരിയയാണ്. നോൺ വിറുലൻ്റ് ആയത് കാരണം മൈസിന് ന്യൂമോണിയ എന്ന രോഗം വരാതിരിക്കുകയും മൈസ് സർവൈവ് ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയകളെ മൈസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. എസ് സ്ട്രെയിൻ ബാക്ടീരിയകളെ ചൂടാക്കി കൊന്നു കളഞ്ഞതിന് ശേഷം ഈ ബാക്ടീരിയകളെയാണ് മൈസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തത്. ഈ സമയത്തും മൈസിന് ന്യൂമോണിയ വരാതിരിക്കുകയും മൈസ് സർവൈവ് ചെയ്യുകയും ചെയ്തു. അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയും മിക്സ് ചെയ്തതിന് ശേഷം മൈസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. ഈ സമയത്ത് മൈസിന് ന്യൂമോണിയ പിടിപെടുകയും മൈസ് ഡൈഡാവുകയും ചെയ്തു. ഒന്നാമത്തെ ഘട്ടത്തിൽ എസ് സ്ട്രെയിൻ ബാക്ടീരിയ മൈസിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്തു. ആ സമയത്ത് മൈസിന് ന്യൂമോണിയ പിടിപെടുകയും മൈസ് ഡൈഡാവുകയും ചെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയ ഇഞ്ചക്ട് ചെയ്തു. ആ സമയത്ത് മൈസ് സർവൈവ് ചെയ്തു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയകളെ ഇഞ്ചക്ട് ചെയ്തു. ഈ സമയത്തും മൈസ് സർവൈവ് ചെയ്തു. നാലാമത്തെ ഘട്ടത്തിൽ
ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയും മിക്സ് ചെയ്ത് മൈസിനകത്തേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത സമയത്ത് മൈസ് ന്യൂമോണിയ ബാധിച്ച് ഡൈഡായി. ആർ സ്ട്രെയിൻ മാത്രമായി ഇഞ്ചക്റ്റ് ചെയ്ത സമയത്ത് മൈസ് സർവൈവ് ചെയ്തു. അതുപോലെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ മാത്രമായി ഇഞ്ചക്റ്റ് ചെയ്ത സമയത്തും മൈസ് സർവൈവ് ചെയ്തു. എന്നാൽ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ആർ സ്ട്രെയിൻ ബാക്ടീരിയയും കമ്പൈൻ ചെയ്ത് ഇഞ്ചക്റ്റ് ചെയ്ത സമയത്ത് മൈസിന് ന്യൂമോണിയ പിടിപെട്ടു. അതിനുശേഷം അദ്ദേഹം ഈ ഡെഡായ മൈസിൻ്റെ ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ നടത്തുകയും ചെയ്തു. ഓട്ടോപ്സി നടത്തിയ സമയത്ത് മൈസിൻ്റെ ബോഡിയിൽ നിന്നും ലൈവ് എസ് ടൈപ്പ് ബാക്ടീരിയയും ആർ ടൈപ്പ് ബാക്ടീരിയയും ലഭിക്കുകയുണ്ടായി. എക്സ്പെരിമെൻറ്റിൻ്റെ സമയത്ത് ഗ്രിഫിത്ത് മൈസിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തത് ആർ സ്ട്രെയിൻ ബാക്ടീരിയയും ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയയും ആയിരുന്നു. പക്ഷേ ഓട്ടോപ്സി നടത്തിയ സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയയോടൊപ്പം ലൈവ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. എങ്ങനെയായിരിക്കും മൈസിൻ്റെ ബോഡിയിൽ ലൈവ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ഫോം ചെയ്തത്? ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയക്കകത്ത് നിന്നും ഏതോ ഒരു മെറ്റീരിയൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ എസ് സ്ട്രെയിൻ ബാക്ടീരിയയാക്കി മാറ്റുകയും ഈ എസ് സ്ട്രെയിൻ ബാക്ടീരിയ ന്യൂമോണിയയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയക്കകത്ത് നിന്നും ഏതോ ഒരു മെറ്റീരിയൽ ആർ സ്ട്രെയിൻ ബാക്ടീരിയയെ എസ് സ്ട്രെയിൻ ബാക്ടീരിയയായി ട്രാൻസ്ഫോം ചെയ്തു. ചൂടാക്കി നശിപ്പിച്ചതിന് ശേഷവും നശിച്ചു പോകാതിരുന്ന ഒരു മെറ്റീരിയൽ ആർ സ്ട്രെയിനെ എസ് സ്ട്രെയിനാക്കി മാറ്റുകയും ഈ എസ് സ്ട്രെയിൻ മൈസിൽ ന്യൂമോണിയയ്ക്ക് കാരണമാവുകയും ചെയ്തു. ആർ സ്ട്രെയിൻ ബാക്ടീരിയകളെ എസ് സ്ട്രെയിൻ ബാക്ടീരിയയാക്കി ട്രാൻസ്ഫോം ചെയ്ത ആ വസ്തുവിനെയാണ് അദ്ദേഹം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. ജെനറ്റിക് മെറ്റീരിയലിൻ്റെ കൈമാറ്റം വഴിയാണ് ഇത്തരം ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചത്. ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്തിൻ്റെ പരീക്ഷണത്തിലെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൻ്റെ ബയോകെമിക്കൽ നേച്ചർ കണ്ടെത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ എവറി, മക്ലോഡ്, മെക്കാർട്ടി എന്നീ സയൻറ്റിസ്റ്റുകൾ തുടങ്ങിവെച്ചു. 1944 ഹീറ്റ് കിൽഡ് എസ് ടൈപ്പ് ബാക്ടീരിയയിൽ നിന്നും ഏത് ഘടകമാണ് ആർ ടൈപ്പ് ബാക്ടീരിയകളെ എസ് ടൈപ്പ് ബാക്ടീരിയകളാക്കി ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് കണ്ടെത്തുന്നതിനായി ഇവർ എസ് ടൈപ്പ് ബാക്ടീരിയയിൽ നിന്നും പ്രോട്ടീൻ പോർഷൻ, കാർബോഹൈഡ്രേറ്റ് പോർഷൻ, RNA പോർഷൻ, DNA പോർഷൻ എന്നിവ വേർതിരിച്ചെടുത്തു. അടുത്തതായി നമുക്ക് എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം. ആദ്യമായി ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ കാർബോഹൈഡ്രേറ്റ് പോർഷൻ ആഡ് ചെയ്തു. കാർബോഹൈഡ്രേറ്റ് പോർഷൻ ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് യാതൊരു ട്രാൻസ്ഫോർമേഷനും നടക്കുന്നില്ല എന്നവർ കണ്ടെത്തി. രണ്ടാമതായി ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ പ്രോട്ടീൻ പോർഷൻ ആഡ് ചെയ്തു.
പ്രോട്ടീൻ പാർട്ട് ആഡ് ചെയ്ത സമയത്തും ആർ സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്ന് കണ്ടെത്തി. മൂന്നാമതായി, ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ DNA പോർഷൻ ആഡ് ചെയ്തു. DNA പോർഷൻ ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എസ് സ്ട്രെയിൻ ബാക്ടീരിയയായി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട് എന്നവർ കണ്ടെത്തി. അതായത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ അടങ്ങിയ കൾച്ചർ മീഡിയത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് പോർഷൻ ആഡ് ചെയ്ത സമയത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അതുപോലെ പ്രോട്ടീൻ പോർഷൻ ആഡ് ചെയ്ത സമയത്തും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല. അതേസമയം DNA പോർഷൻ ആഡ് ചെയ്ത സമയത്ത് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിനായി മാറുന്നു എന്നവർ കണ്ടെത്തി. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് എന്നിവ ട്രാൻസ്ഫോർമേഷന് കാരണമാകാത്തതിനാൽ DNA ആവാം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന നിഗമനത്തിൽ ഇവർ എത്തിച്ചേർന്നു. ഇതിനുശേഷം അവർ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈമായ പ്രോട്ടിയേസസ്, RNA ഡൈജസ്റ്റീവ് എൻസൈമായ RNases, DNA ഡൈജസ്റ്റീവ് എൻസൈമായ DNases എന്നീ എൻസൈമുകൾ ഉപയോഗിച്ചും പരീക്ഷണങ്ങൾ തുടർന്നു. പ്രോട്ടിയേസസ്, RNases, DNases എന്നീ എൻസൈമുകൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ തുടർന്നു. ആദ്യമായി പ്രോട്ടിയേസസ് എൻസൈം ഉപയോഗിച്ച് എസ് ടൈപ്പ് ബാക്ടീരിയയുടെ പ്രോട്ടീൻ പോർഷനെ പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിനായി മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. പ്രോട്ടിയേസസ് എസ് ടൈപ്പ് ബാക്ടീരിയയുടെ പ്രോട്ടീൻ പോർഷനെ പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷവും ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിനായി മാറുന്നുണ്ട് എന്നവർ കണ്ടെത്തി. അതിനുശേഷം RNases എന്ന എൻസൈംസ് ഉപയോഗിച്ച് എസ് ടൈപ്പ് ബാക്ടീരിയയുടെ RNA പോർഷനെ പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ആർ ടൈപ്പ് എസ് ടൈപ്പായി മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. ഈ സമയത്തും ആർ ടൈപ്പ് എസ് ടൈപ്പായി മാറുന്നുണ്ട് എന്നവർ കണ്ടെത്തി. അതിനുശേഷം DNases എൻസൈമുകൾ ഉപയോഗിച്ച് എസ് ടൈപ്പ് ബാക്ടീരിയയിലെ DNA പോർഷനെ പൂർണ്ണമായും ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. പക്ഷേ ആ സമയത്ത് ആർ സ്ട്രെയിൻ ബാക്ടീരിയ എസ് സ്ട്രെയിൻ ബാക്ടീരിയയായി മാറുന്നില്ല എന്നവർ കണ്ടെത്തി. DNase എൻസൈം ഉപയോഗിച്ച് എസ് ടൈപ്പ് ബാക്ടീരിയയിലെ DNA പോർഷനെ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്നിവർ കണ്ടെത്തി. പ്രോട്ടിയേസസ്, RNases എന്നീ എൻസൈമുകൾ ഉപയോഗിച്ച് പ്രോട്ടീൻ, RNA എന്നിവയെ ഡൈജസ്റ്റ് ചെയ്തതിന് ശേഷവും ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് എന്നും, എന്നാൽ ഡീഓക്സി റൈബോ ന്യൂക്ലിയേസ് അല്ലെങ്കിൽ DNase എന്ന എൻസൈം ഉപയോഗിച്ച സമയത്ത് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്നും അവർ കണ്ടെത്തി. DNase എൻസൈം DNA മുഴുവനായും ഡൈജസ്റ്റ് ചെയ്തത് കാരണം ആർ ടൈപ്പ് ബാക്ടീരിയയെ എസ് ടൈപ്പ് ബാക്ടീരിയയായി ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് DNA ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ എന്ന നിഗമനത്തിൽ എവറി, മക്ലോഡ്, മക്കാർട്ടി എന്നിവർ എത്തിച്ചേർന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാം.
ട്രാൻസ്ഡക്ഷൻ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയോഫേജ് എക്സ്പെരിമെൻറ്റ്. ഒരു വൈറസ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു വൈറസ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജ് എന്ന് വിളിക്കുന്നത്. ഈക്കോളൈ ബാക്ടീരിയ, T2 ബാക്ടീരിയോഫേജ് എന്നിവ ഉപയോഗിച്ച് ആൽഫ്രഡ് ഹെർഷിയും മാർത്ത ചെയ്സും നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിക്കപ്പെട്ടത്. ഈ എക്സ്പെരിമെൻ്റാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാക്ടീരിയോഫേജിനെ ഒന്ന് പരിചയപ്പെടാം. ബാക്ടീരിയകളെ ആക്രമിക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജുകൾ. പ്രധാനമായും ഒരു പ്രോട്ടീൻ കോട്ടും അതിനകത്ത് കാണപ്പെടുന്ന ജനറ്റിക് മെറ്റീരിയലുമാണ് ബാക്ടീരിയോഫേജിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ. ഒരു ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം അവയുടെ ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയയ്ക്കകത്തേക്ക് കടത്തിവിടുന്നു. ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയുടേതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ ഡിവൈഡ് ചെയ്യുന്നതിനോടൊപ്പം വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലും ഡിവൈഡ് ചെയ്യപ്പെടുകയും കൂടുതൽ വൈറൽ പാർട്ടിക്കിൾസിനെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരു ബാക്ടീരിയോഫേജ് ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്ന വൈറസ് പാർട്ടിക്കിൾ DNA ആണോ പ്രോട്ടീനാണോ എന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു ഇവർ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം. അതായത് ഒരു ബാക്ടീരിയോഫേജ് ഒരു ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണോ അതോ ജനറ്റിക് മെറ്റീരിയൽ ആണോ എന്ന് കണ്ടെത്തുക എന്നതായിരുന്നു ഇവർ നടത്തിയ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് പരീക്ഷണത്തിലേക്ക് കടക്കാം. ആദ്യമായി കുറച്ചു വൈറസുകളെ റേഡിയോ ആക്റ്റീവ് സൾഫർ അടങ്ങിയ മീഡിയത്തിലും കുറച്ച് വൈറസുകളെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അടങ്ങിയ മീഡിയത്തിലും വളർത്തിയെടുത്തു. DNA മോളിക്യൂൾസിൽ ഫോസ്ഫറസ് കാണപ്പെടുന്നുണ്ട്. എന്നാൽ DNAയിൽ സൾഫർ കാണപ്പെടുന്നില്ല. അതുപോലെ പ്രോട്ടീനിൽ സൾഫർ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഫോസ്ഫറസ് പ്രോട്ടീനിൽ കാണപ്പെടുന്നില്ല. ഈ കാരണം കൊണ്ടാണ് കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് സൾഫർ അടങ്ങിയ മീഡിയത്തിലും കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അടങ്ങിയ മീഡിയത്തിലും വളർത്തിയെടുത്തത്. അതുകൊണ്ട് റേഡിയോ ആക്റ്റീവ് സൾഫർ അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജസിൻ്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയും DNA പാർട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജസിൻ്റെ DNA റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയും പ്രോട്ടീൻ പാർട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഈ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീനാണോ
അതോ റേഡിയോ ആക്റ്റീവ് DNA ആണോ ബാക്ടീരിയൽ സെൽസിനകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിനാണ് ഹെർഷി, ചേസ് എന്നിവർ ഈ ട്രാൻസ്ഡക്ഷൻ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇനി നമുക്ക് എക്സ്പെരിമെൻറ്റിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ആദ്യമായി റേഡിയോ ആക്റ്റീവ് സൾഫർ അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജസിൻ്റെ ഇൻഫെക്ഷൻ ഒന്ന് നോക്കാം. റേഡിയോ ആക്റ്റീവ് സൾഫർ അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജുകളുടെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയും DNA റേഡിയോ ആക്ടിവിറ്റി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം ബാക്ടീരിയോഫേജിനകത്ത് നിന്നും അവയുടെ ജെനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയൽ കോശങ്ങൾക്കകത്തേക്ക് പ്രവേശിച്ചു. ബാക്ടീരിയൽ കോശങ്ങൾക്കകത്തേക്ക് പ്രവേശിച്ച ജെനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയയുടെ ജെനറ്റിക് മെറ്റീരിയലിനോടൊപ്പം വിഭജിക്കുകയും കൂടുതൽ വൈറൽ DNA ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ബാക്ടീരിയോഫേജസിൻ്റെ ഇൻഫെക്ഷന് ശേഷം ബ്ലെൻഡിംഗ് എന്ന ടെക്നിക് വഴി ബാക്ടീരിയയിൽ നിന്നും വൈറസുകളുടെ പ്രോട്ടീൻ കോട്ടിനെ വേർപെടുത്തി. അതിനുശേഷം സെൻട്രിഫ്യൂഗേഷൻ എന്ന ടെക്നിക് വഴി ബാക്ടീരിയോഫേജസിൻ്റെ പ്രോട്ടീൻ കോട്ട് അടങ്ങിയ പോർഷനെയും ബാക്ടീരിയയുടെ സെല്ലുലാർ പോർഷനെയും വേർതിരിച്ചു. സെൻട്രിഫ്യൂഗേഷൻ വഴി ഈ രണ്ട് ഭാഗത്തെയും വേർതിരിച്ചതിന് ശേഷം മുകളിലെ തെളിഞ്ഞ ദ്രാവകമായ സൂപ്പർനേറ്റൻറ്റിലാണോ താഴെയുള്ള ബാക്ടീരിയ കോശങ്ങളിലാണോ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടുന്നത് എന്ന് പരിശോധിച്ചു. റേഡിയോ ആക്ടിവിറ്റി പരിശോധിച്ച സമയത്ത് മുകളിലെ തെളിഞ്ഞ ദ്രാവകമായ സൂപ്പർനേറ്റൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടുകയും താഴെയുള്ള ബാക്ടീരിയ കോശങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടാതിരിക്കുകയും ചെയ്തു. ബാക്ടീരിയ കോശങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടാതിരുന്നതുകൊണ്ട് പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്ന ഒരു നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അടങ്ങിയ മീഡിയത്തിൽ വളർത്തിയെടുത്ത ബാക്ടീരിയോഫേജസിൻ്റെ DNA റേഡിയോ ആക്ടിവിറ്റി കാണിക്കുകയും പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്ടിവിറ്റി കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു. DNAയിൽ ഫോസ്ഫറസ് അടങ്ങിയതുകൊണ്ട് DNA റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നു. പ്രോട്ടീനിൽ ഫോസ്ഫറസ് ഇല്ലാത്തത് കാരണം പ്രോട്ടീൻ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നില്ല. ബാക്ടീരിയോഫേജ് ഇക്കോളൈ ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം ബാക്ടീരിയോഫേജസിനകത്ത് നിന്നും ജെനറ്റിക് മെറ്റീരിയൽ ഇക്കോളൈ ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുകയും ഇക്കോളൈ ബാക്ടീരിയയ്ക്കകത്തെ ജെനറ്റിക് മെറ്റീരിയലിനോടൊപ്പം വൈറൽ DNAയും ഡിവൈഡ് ചെയ്യപ്പെടുകയും വൈറൽ പാർട്ടിക്കിൾസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയും ചെയ്തു. ബാക്ടീരിയോഫേജസിൻ്റെ ഇൻഫെക്ഷന് ശേഷം ബ്ലെൻഡിംഗ് എന്ന ടെക്നിക് വഴി ബാക്ടീരിയയിൽ നിന്നും വൈറസുകളുടെ പ്രോട്ടീൻ കോട്ടിനെ വേർപെടുത്തി. അതിനുശേഷം സെൻട്രിഫ്യൂഗേഷൻ എന്ന ടെക്നിക് വഴി ബാക്ടീരിയൽ സെൽസിനെയും പ്രോട്ടീൻ കോട്ടിനെയും സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള ബാക്ടീരിയൽ സെൽസിലാണോ അതോ മുകളിൽ കാണപ്പെടുന്ന ദ്രാവകമായ സൂപ്പർനേറ്റൻറ്റിലാണോ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടുന്നത് എന്ന് പരിശോധിച്ചു.
റേഡിയോ ആക്ടിവിറ്റി പരിശോധിച്ച സമയത്ത് താഴെയുള്ള ബാക്ടീരിയൽ കോശങ്ങളിൽ റേഡിയോ ആക്ടിവിറ്റി കാണപ്പെടുകയും മുകളിലെ തെളിഞ്ഞ ദ്രാവകമായ സൂപ്പർനേറ്റൻറ്റിൽ റേഡിയോ ആക്ടിവിറ്റി ഇല്ല എന്നും കണ്ടെത്തി. ഇതിൽ നിന്നും ബാക്ടീരിയോഫേജസിൻ്റെ ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് ബാക്ടീരിയോഫേജിനകത്ത് നിന്നും ജനറ്റിക് മെറ്റീരിയലായ DNA ആണ് ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് എന്ന നിഗമനത്തിൽ ഇവർ എത്തിച്ചേർന്നു. ഹെർഷിയും ചെയ്സും നടത്തിയ ഈ ട്രാൻസ്ഡക്ഷൻ എക്സ്പെരിമെൻറ്റോടുകൂടി ബാക്ടീരിയോഫേജുകളിൽ നിന്നും ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നത് DNA ആണെന്നും പ്രോട്ടീൻ കോട്ട് ബാക്ടീരിയോഫേജസിനകത്ത് നിന്നും ബാക്ടീരിയയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നില്ല എന്നും അവർ കണ്ടെത്തി. അതുകൊണ്ട് DNA ആണ് ജീവികളിൽ ജനറ്റിക് മെറ്റീരിയലായി പ്രവർത്തിക്കുന്നത് എന്ന് ഇവർ തെളിയിച്ചു. DNA ആണ് ജീവികളിലെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിച്ച 3 പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞത്. സെക്കൻഡ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.